ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാർ കുഴഞ്ഞു വീണു. പോട്ട സ്വദേശി ചിന്നു, വെള്ളാഞ്ചിറ സ്വദേശി ജസ്ന എന്നിവരാണ് കനത്ത ചൂടിൽ തല കറങ്ങി വീണത്. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കാതെ ശുചീകരണ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്നതിനെതിരെ LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. ഹെൽത്ത് സൂപ്രണ്ടുമായി ചർച്ച നടത്തിയ ശേഷം തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തൊഴിലാളികൾ കുഴഞ്ഞു വീണത്. സംഭവം അറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, കൌൺസിലർമാരായ VJ ജോഷി, ഉഷ പരമേശ്വരൻ, മുൻ കൌൺസിലർ CS സുരേഷ് എന്നിവർ സ്ഥലത്തെത്തി. ഹെൽത്ത് സൂപ്രണ്ട് ജോൺ ദേവസിയുമായി നേതാക്കൾ ചർച്ച നടത്തി. തുടർന്ന് തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കി നിജപ്പെടുത്തി. ഇതിനിടയിൽ 11 മണി മുതൽ നേരിട്ട് തൊഴിലാളികൾക്ക് വെയിലിലേൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം നൽകിയില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി പറഞ്ഞു. ദൗർഭാഗ്യവശാൽ നമ്മുടെ ചാലക്കുടി നഗരസഭ സെക്രട്ടറിയോ ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഈ ഓർഡർ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ട 2 സ്ത്രീ തൊഴിലാളികൾ തലകറങ്ങി വീണിട്ടുള്ളത്. ഈ തൊഴിലാളികളെ പീഡിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. വേറെ ഒരു തദ്ദേശ ഭവന സ്ഥാപനങ്ങളിലും ഇങ്ങനെ കാലത്ത് 7 മണിക്ക് പണിക്കിറങ്ങിയാൽ അല്ലെങ്കിൽ 6 മണിക്ക് പണിക്കിറങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ 4 മണി ചോദിച്ചു 4 മണി വരെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. TCV ന്യൂസ് ചാലക്കുടി.